പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ അടിവരയിട്ട് പറഞ്ഞു, മാതാവ് രക്ഷാകര പദ്ധതിയിൽ സഹകരിച്ചിട്ടുണ്ട്, സഹകാരിയാണ്, പക്ഷേ സഹരക്ഷകയല്ല. കാരണം എന്താണെന്നറിയാമോ? മാതാവ് സഹരക്ഷകയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ കുരിശിൽ മരിച്ച് നമുക്ക് രക്ഷ നൽകിയത് ഈശോയല്ലേ? മാതാവും കൂടി ചേർന്നിട്ടാണോ ഈശോ കുരിശിൽ മരിച്ചത്? ഈശോ ഏക രക്ഷകൻ, 100% ഈശോ രക്ഷകൻ. മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90% ഈശോയ്ക്കോ 10% മറിയത്തിനോ? അങ്ങനെയല്ല, 100% യേശു ക്രിസ്തു ഏക രക്ഷകൻ. അതുകൊണ്ട് പാപ്പ പറഞ്ഞു, അങ്ങനെ ഒരു അഭിസംബോധനയുടെ ആവശ്യം മാതാവിനില്ല. മാതാവ് പോലും അത് ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പുത്രനാണ്, എനിക്ക് സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം എനിക്ക് തന്ന പുത്രനാണ് മനുഷ്യകുലത്തെ രക്ഷിച്ചത്. അതുകൊണ്ടാണ്, അതിനെക്കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് മാതാവ് കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് ഈശോയുടെ കുരിശ് മരണത്തെ ആരാധിച്ചത്. അപ്പോൾ മറിയം സഹരക്ഷക എന്നൊരു അവദാനം മാതാവിന് ആവശ്യമില്ല, മാതാവ് അത് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അങ്ങനെ പറയുകയും ചെയ്യരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഏക രക്ഷകൻ എന്ന് നമ്മൾ സമ്മതിച്ചു കൊടുക്കാത്തതുപോലെയാണ്.